കുടുംബവിളക്ക് എന്ന ജനപ്രിയ പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രമായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അമൃത നായർ. പരമ്പരയിൽ നിന്നും അധികം വൈകാതെ പിന്മാറിയെങ്കിലും ഇന്നും കുടുംബവിളക്കിലെ ശീതളായി അറിയപ്പെടുന്ന അമൃത പിന്നീട് നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും അത്രത്തോളം ജനപ്രിയത സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവുമാണ്. ഇപ്പോഴിതാ വർഷങ്ങളായുള്ള തന്റെ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ് നടി. സ്വന്തം നാടായ പത്തനാപുരത്താണ് നടി വീട് പണിതത്. നേരത്തെ ഇവിടെ ഒരു ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീട് പൂർണ്ണമായും പൊളിച്ചുമാറ്റി മണ്ണ് നീക്കിയെടുത്താണ് ഇപ്പോൾ വീട് പണിതീർത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ പണിയാണ് ഒരു വർഷത്തിനിപ്പുറം പൂർത്തിയാക്കിയത്. അതേസമയം ഈ വീടിന്റെ പണിക്കിടെ നിരവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അമൃതയ്ക്ക്. നീളത്തിലുള്ള പ്ലോട്ടായതിനാൽ തന്നെ വീടിന്റെ വലുപ്പം കുറയ്ക്കുകയും സൈഡിൽ വണ്ടിയിടാൻ കൂടി പാകത്തിന് സ്പേസ് നൽകി നീളത്തിൽ പ്ലാൻ ചെയ്യുകയുമായിരുന്നു. അതുമാത്രമല്ല, ബജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ വീടായിരുന്നു അമൃതയുടെ സ്വപ്നം. പല വലിയ വീടുകളും ബിൽഡേഴ്സ് നൽകിയെങ്കിലും തന്റെ കയ്യിലൊതുങ്ങുന്ന വീട് തന്നെ മതിയെന്ന് പറഞ്ഞ അമൃത 3 ബെഡ്റൂമുകളും ഹാളും കിച്ചണും വർക്കേരിയയും അടങ്ങുന്ന ഈ വീട് പണിതെടുക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സേവിങ്സും ബാക്കി തുക ലോണാക്കിയുമെല്ലാമാണ് വീട് പൂർത്തീകരിച്ചത്. അതിനായുള്ള ഓട്ടത്തിനിടെയാണ് അനുജൻ ജർമ്മനിയിലേക്ക് ജോലിക്കായി പോയതും. അതിനുശേഷം അമൃത തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും വീട് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയുമായിരുന്നു. വീടിന്റെ ഓരോ വിശേഷങ്ങളും അമൃത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാം പ്രിയപ്പെട്ടവർ ഏറെ ആകാംക്ഷയോടെ ചോദിച്ചത് പാലുകാച്ച് എപ്പോഴാണെന്നായിരുന്നു. ഒടുവിൽ കാത്തിരിപ്പുകളെല്ലാം സഫലമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നടി ആ വീട്ടിലേക്ക് വലതുകാൽ വച്ചു കയറിയത്. സ്വന്തമായി ഒരു വീട് പണിയുക എന്നത് തന്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് അമൃത പലതവണ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തത്. ആഡംബരമേതുമില്ലാതെ കുറഞ്ഞ ബജറ്റിൽ 3 ബെഡ്റൂമുകൾ മാത്രമുള്ള ചെറിയ വീടാണ് അമൃത സ്വന്തം നാടായ പത്തനാപുരത്ത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അമൃതയും അനുജനും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അമ്മയെ ഉപേക്ഷിച്ചു പോയതാണ് അച്ഛൻ. അതിനുശേഷം അമ്മ തനിച്ചു വളർത്തിയ മക്കൾ ഇപ്പോൾ ആ അമ്മയ്ക്ക് തണലായി നിൽക്കുകയാണ്. പഠനം ഉപേക്ഷിച്ച് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നതിനിടെയാണ് അമൃത സീരിയലിലേക്ക് എത്തിയതും ജീവിതം തന്നെ മാറി മറിഞ്ഞതുമെല്ലാം. ഇപ്പോൾ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെറിയ വീടാണ് വച്ചതെങ്കിലും ആരും ഇറക്കിവിടാത്ത ഈ വീട്ടിൽ ഇനി കിടന്നുറങ്ങാമല്ലോ എന്ന സന്തോഷത്തിലാണ് അമൃതയും അമ്മയും ഉള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.